തുണിയിട്ട് മൂടി വെച്ചേക്കേണ്ട അവസ്ഥയാണ്. ഒരു കൊച്ചുള്ള വീടാണ്. ആ കൊച്ചിന് പോലും ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഫുഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഇനി 2 ദിവസത്തിനകം പഞ്ചായത്തിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇനി പഞ്ചായത്തിന്റെ മുമ്പിലായിരിക്കും. ഇതിൽ കൂടുതൽ ഞങ്ങൾ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കും? കാണുന്നത് ഒരു കോഴി ഫാമാണ്. കാരണം ഇവിടെ ഈ ചുറ്റുപാടിൽ ഒരു 30ഓളം കുടുംബങ്ങൾ വസിക്കുന്നുണ്ട്. അപ്പം യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് നിരവധി കോഴി വേസ്റ്റുകളും വിസർജ്യ വസ്തുക്കളും കൊണ്ട് തള്ളി നിരവധി ഈച്ചകൾ മുട്ടയിട്ട് പെരുകി ഇവിടെ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ദുരവസ്ഥ. ഇതിന് ഞങ്ങൾ അത്രത്തോളം ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ചോറ് കഴിക്കാൻ പറ്റില്ല. 9 മാസം ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിന് പോലും നന്നായിട്ടൊന്നും ഫുഡ് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഈച്ചയാണ്. ഇവിടെ ഒരു കോഴി ഫാം ഉണ്ട്. ആ കോഴി ഫാമിന്റെ ഈച്ച ശല്യമാണ്. ഭയങ്കര ഈച്ച ശല്യമാണ്. ഒരു 10-30ഓളം വീടുകൾ ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും വീട്ടിൽ ഇത് തന്നെയാണ് അവസ്ഥ. ഏകദേശം 30ഓളം കുടുംബങ്ങൾ ആഹാരം കഴിക്കാതെയും ഒരു ഡോറ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ. ഇത്രയൊന്നും അല്ല, ഇതിൽ കൂടുതലാണ്. ഞങ്ങൾക്ക് പഞ്ചായത്തിൽ ഇന്ന് സ്റ്റോപ്പ് നോട്ടീസ്, അവർക്ക് സ്റ്റോപ്പ് നോട്ടീസ് അയച്ചതാണ്. ഇത് നിർത്തണമെന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് നോട്ടീസ് അയച്ചതാണ്. എന്നിട്ടും അവർ ഇതിന് ഒരു നടപടി അവരെടുത്തിട്ടില്ല. അവര് ഈ പേപ്പറിനൊന്നും അവരൊരു വില കൽപ്പിക്കാതെയാണ് ഈ ഫാം ഉടമ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1.5 വർഷം അവരുടെ ലൈസൻസ് കട്ട് ചെയ്തിട്ട്, എന്നിട്ട് അവർ ഞങ്ങൾ ഇത്രയും പേരെ അവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ ഇതിട്ട് തുണിയിട്ട് മൂടി വെച്ചേക്കേണ്ട അവസ്ഥയാണ്. ഒരു കൊച്ചുള്ള വീടാണ്. ആ കൊച്ചിന് പോലും ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഫുഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിനകത്ത് ഈച്ച കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും മറച്ചു വെച്ച് ഇങ്ങനെ ജീവിക്കുന്നത്. ഒരു ആഹാരം കഴിക്കാനോ ഒരു വെള്ളം കുടിക്കാനോ ഡോറുകൾ തുറക്കാനോ ഒന്നിനും പറ്റും. തുറന്നാൽ ഈച്ച മൊത്തം ഈ വീട്ടിനകത്താണ്. ഒരു വകയ്ക്ക് പറ്റുന്നില്ല. നമ്മൾ നിരവധി സ്ഥലത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. തലസ്ഥാന നഗരിയിൽ തന്നെ അതീവ പ്രധാന മലയോര മേഖലയായ നെടുമങ്ങാടിലെ പനവൂർ പഞ്ചായത്തിലെ വെങ്കിട്ടക്കാല 5-ാം വാർഡിലാണ് ഇങ്ങനെയുള്ള ദുരവസ്ഥ. നാട്ടുകാർക്ക് തന്നെ വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ ഈ സ്ഥാപനം നിലനിൽക്കുന്നത് വഴി സംഭവിക്കുന്നത്. ഇവിടെ ആഹാരമൊന്നും പാചകം ചെയ്യാൻ നിവർത്തിയില്ല. ഈച്ച ശല്യം കരുതി ഒരു വ്യാപിക്കാനും വെക്കണില്ല, കഴിക്കാനും വെക്കണില്ല. എൻ്റെ ചെറുകുട്ടിയെ പോലും ഇവിടെ വരാൻ വെക്കണില്ല. അവർക്ക് പോലും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ ഒന്നിനും വെക്കണില്ല. 5-6 വർഷം കൊണ്ട് ഇത് അവളടുത്ത് പറയുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ എന്താ പട്ടിണിയിരുന്ന് ചാവണോ, അല്ലയോ ഈ വീട് ഉപേക്ഷിച്ച് പോകണമോ? അതാണ് നമുക്ക് അധികാരികളോട് ചോദിക്കാനുള്ള ചോദ്യം. കാരണം ആയിരക്കണക്കിന് ഈച്ചകളാണ് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങൾക്ക് മുകളിൽ കിടന്ന് പറക്കുന്നത്. അവസ്ഥയിലിരിക്കും. നമുക്ക് 3 കുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ കഥ തുറന്നിടാനോ പറ്റാത്തൊരവസ്ഥയാണ്. പല പ്രാവശ്യം ഇതേപോലെ പരാതി കൊടുത്തിട്ട് അവരിതൊന്നും പരിഗണിക്കുന്നില്ല. നിർധനനായ കുടുംബവും രോഗിയായ ആ ഉമ്മയ്ക്കും സ്വന്തം മക്കളെയോ ചെറുമക്കളെ പോലും വീട്ടിൽ വിളിച്ച് വരുത്തുവാൻ പോലും